എൻ്റെ വീടിതാ, എൻ്റെ വീടല്ല, ഇത് മാളിക. എൻ്റെ മാളികയാണിത്. നിങ്ങളതിൽ കയറി നോക്ക് എന്താ ഇല്ലാത്തതെന്ന്. അതാണ്ട് ഈ കിടക്കുന്ന കാട്ടില്ല ഞാൻ കിടന്നു കൊടുക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വീടില്ല. ആൾക്കാർ എന്നിട്ടും പറയുന്നത് ദാരിദ്ര്യത്തിലേക്ക് താഴെ ആരുമില്ല. ഇതെല്ലാം ഉയർന്നവരാ. നമ്മളെ പറ്റിക്കാൻ അവർ പെൻഷൻ കൂടി തരുന്നേ. 4 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ സാധനങ്ങൾക്കും. പോയിട്ട് ഇവിടുത്തെ കരം കൂട്ടി എല്ലാ സാധനങ്ങൾക്കും വീടുകാരെ ഉൾപ്പെടെ കൂട്ടിയിരിക്കുക. പിന്നെ ഇതിനല്ലേ നമുക്ക് ഇങ്ങോട്ട് തരുന്നേ. ഇത് അങ്ങോട്ട് മേടിച്ചുകൊണ്ടോട്ട് തിരിഞ്ഞോട്ട് തരുന്നു. ഇതേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവരെ കയ്യിൽ നിന്നും ഉണ്ടായിക്കൊണ്ട് വരുന്നില്ല. നമ്മുടെ മുഖത്തു നിന്ന് കിളച്ച് നമുക്ക് തരുക. ഗവൺമെൻറ്റിൻ്റെ ആൾ പോകാമെന്നെങ്കിൽ ആ വഴിക്കാരും കാണരുത്. കാരണം എന്താ, അവർ വരുന്നതാരും കാണണ്ട. അത് സെക്യൂരിറ്റിയാണ്, പോലീസുകാരും, സർവത്ര സെക്യൂരിറ്റി അല്ലയോ. പിന്നെ നമ്മൾ സാധാരണക്കാരൻ എന്തുകൊണ്ട് സെക്യൂരിറ്റി? ഒരു സെക്യൂരിറ്റി ഇല്ല. എൻ്റെ വീടും എൻ്റെ പറമ്പും എല്ലാം ഇതാ. എനിക്ക് വേറെ എങ്ങും സ്ഥലമില്ല. ആകെ ഈ 6 സെൻറ്റ് സ്ഥലവും ഞാനും ആവുള്ളൂ. അത് നിലമാണ്. പഞ്ചായത്തുകാർ പറയുന്നത് ഇത് നമ്പർ തരില്ല, വീട് വയ്ക്കാൻ നികത്താൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇതാണ് സംഭവം. എനിക്കതേപ്പറ്റി പറയാഞ്ഞേ, കണ്ണു അടച്ചെന്തും പറയാം. പക്ഷേ പ്രവൃത്തി നല്ലതല്ല. നമുക്ക് കണ്ണടച്ചുകൊണ്ട് എന്ത് വേണേലും പറയാം. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്ത ജനമാണ് ഈ പറയുന്ന അതിദാരിദ്ര്യം. ഇവിടെ ഇല്ല. ഈ കണ്ടതെല്ലാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അല്ല, മുകളിലാന്നാണ് പറയുന്നത്. ഇതെല്ലാം ദാരിദ്ര്യപ്പെട്ടവരാ. ഞാനിത് ഒരു കാരണവശാലും ഞാനിതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല. ഞാനിത് വില മേടിച്ചു പോയതാണ്. എന്നെ വീട് വയ്ക്കുന്നത് പഞ്ചായത്തുകാർ പറഞ്ഞെന്തോ ഇത് നികത്താക്കൂല, വേറെ എവിടെയെങ്കിലും പോയേക്കുക. ഇത് കൃഷി ഓഫീസർ പറഞ്ഞതും അതാ, ഇത് നികത്തി വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ പഞ്ചായത്തുകാർ വീടും അനുവദിക്കാൻ ഉടനെ നോക്കൂല. വേണ്ട, ഞാനിവിടെ ഇങ്ങനെ അങ്ങ് കിടക്കാം. ഞാൻ ഈ വീട് എൻ്റെ വീടിതാ, എൻ്റെ വീടല്ല, ഇത് മാളിക. എൻ്റെ മാളികയാണിത്. നിങ്ങളതിൽ കയറി നോക്ക് എന്താ ഇല്ലാത്തതെന്ന്. സർവ്വ സാധനവും ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ എടുത്ത് പ്രവർത്തിക്കാൻ പറ്റൂല, കറണ്ടില്ല. മനസ്സിലായില്ലേ? കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അതെ, ഈ കണ്ടതാണ് എൻ്റെ ജോലി. ഞാൻ ഇപ്പം അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും സ്ഥലമായി എനിക്കുള്ളത്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് പാട്ടവും പാതിയൊക്കെ എടുത്താൽ നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാലും സർക്കാർ പറയുന്ന ദാരിദ്ര്യരേഖ താഴെ ആരും ഇല്ല. ഇതൊക്കെ ആ സർക്കാരിൻ്റെ നിയമം. കയറിക്കോ, വാ. ഇതിപ്പോൾ ഇതിനകത്ത് വെട്ടം കാണണമെങ്കിൽ ടോർച്ച് എടുത്തേക്കും. അതിപ്പോൾ എടുക്കാം. ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതെ, ബാ കണ്ട, ഇതാണ് എൻ്റെ കിടപ്പ്, എൻ്റെ സൗകര്യങ്ങളാണ് ഇതൊക്കെ. അല്ലേ, ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഫാനുണ്ട്, ടി വി വേറെ വീട്ടിൽ ഇട്ടേക്കുക. അടുത്ത് പ്രവർത്തിക്കാൻ പറ്റൂല. എല്ലാ സാധനവും ഉണ്ട്. ഒരു സംഗതി ഇങ്ങനെ ഈ കിടക്കുന്ന കാട്ടില്ല ഞാൻ കിടന്നു തുടങ്ങുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വീടില്ല. എന്നിട്ടും പറയുന്നത് ദാരിദ്ര്യത്തിലേക്ക് താഴെ ആരുമില്ല. ഇതെല്ലാം ഉയർന്നവരാ. ഇത് നേരിട്ട് സർക്കാർ വന്നെന്ന് കാണേണ്ടതായിട്ടോ. അത് ഗവൺമെൻറ്റിനകത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കൊക്കെ അവിടെ ഇരുന്ന് പറയാം. ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതമോ അതാര് കാണും? അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. പെൻഷനൊക്കെ കിട്ടിയോ? പെൻഷൻ കിട്ടി. എന്തിനാ അത് പെൻഷൻ അവർ തരുന്നേ? നമ്മളെ പറ്റിക്കാൻ. നമ്മളെ പറ്റിക്കാൻ അവർ പെൻഷൻ കൂടി തരുന്നേ. 4 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ സാധനങ്ങൾക്കും. പോയിട്ട് ഇവിടുത്തെ കരം കൂട്ടി എല്ലാ സാധനങ്ങൾക്കും വീടുകാരെ ഉൾപ്പെടെ കൂട്ടിയിരിക്കുക. പിന്നെ ഇതിനല്ലേ നമുക്ക് ഇങ്ങോട്ട് തരുന്നേ. ഇത് അങ്ങോട്ട് മേടിച്ചുകൊണ്ടോട്ട് തിരിഞ്ഞോട്ട് തരുന്നു. ഇതേ അവർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവരെ കയ്യിൽ നിന്നും ഉണ്ടായിക്കൊണ്ട് വരുന്നില്ല. നമ്മുടെ മുഖത്തു നിന്ന് കിളച്ച് നമുക്ക് തരുക. ഇത് നമുക്കറിയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഗവൺമെൻറ് ഭാഗത്ത് നടക്കുന്നത്.
നമ്മുടെ സ്ഥലം എവിടെയാ ഇത്? ഇത് ചെറുവട്ടിക്കോണം, കൊല്ലം കൊല്ലം പഞ്ചായത്ത്, വെളുന്നല്ലൂർ പഞ്ചായത്ത്. വെളിനല്ലൂർ പഞ്ചായത്ത്. ആ, വീടും ഇല്ല, കറണ്ടും ഇല്ല. ഇല്ല. അപ്പം ഇത് ദാരിദ്ര്യരേഖപ്പെടില്ല. അതാണ് നമ്മുടെ ഗവൺമെൻറ്. ഇത്രയും ഡീസൻ്റായ ഗവൺമെൻറ് ഇനി വരാതിരുന്നാൽ കൊള്ളായിരുന്നു. അതെന്താ സത്യം? മനുഷ്യൻ മനസ്സുകൂട്ടി പോകുന്ന പണിയാണ് ഇതൊക്കെ. 1 ലിറ്റർ മണ്ണെണ്ണ വേണമെങ്കിൽ 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 120 രൂപ കൊടുക്കണം. പിന്നെ എങ്ങനെയാ? അതുപോലെ എല്ലാ സാധനങ്ങൾക്കും ഒന്നൊന്നില്ല, ഉപ്പ് തൊട്ട് മേലോട്ട് മൊത്തം ഈ അവസ്ഥയിൽ പോകുന്ന ഗവൺമെൻറ്റാണ് പറയുന്നത് ഇവിടെ ദാരിദ്ര്യത്തിൽ താഴെ ആളില്ല. ഇതേപോലെ ഇതുപോലെ എത്രയോ അനവധി കിടപ്പുണ്ട്.